ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നാറുള്ള ഒരു അടിപൊളി ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. കൂടാരം എന്നാണ് ഈ ടെൻറ്റ് സ്റ്റേയുടെ പേര്. കേൾക്കാൻ തന്നെ വളരെ വ്യത്യസ്തമാർന്നൊരു പേരാണല്ലേ ഈ കൂടാരം എന്ന് പറയുന്നത്. ആ വ്യത്യസ്തത അവിടുത്തെ റിസോർട്ടിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാറിനോ ബസ്സിനൊന്നും അവിടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അവരുടെ തന്നെ ഒരു ജീപ്പ് സർവീസ് ഉണ്ട് അവിടുന്ന്. നമ്മളെ താഴെ നിന്ന് അവർ ജീപ്പിൽ കയറ്റി റിസോർട്ടിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. മൂന്നാറും പോതമേട് വ്യൂ പോയിന്റിനോട് ചേർന്നായിരുന്നു കേട്ടോ ഈ റിസോർട്ടുള്ളത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചയും വളരെ മനോഹരമായിട്ടുള്ളത് തന്നെയായിരുന്നു. മൂന്നാറിൻ്റെ ഏറ്റവും തനതായ ഭംഗി അവിടുത്തെ തേയിലത്തോട്ടങ്ങൾ തന്നെയാണല്ലോ. ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് തന്നെയായിട്ടാണ് ഈ ടെൻറ്റ് സ്റ്റേയും ഉള്ളത്. ഇതാണ് കേട്ടോ കൂടാരത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലം. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ റിസോർട്ടിൻ്റെ അകത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ആ പോകുന്ന വഴി തന്നെ എത്ര മനോഹരമാണെന്ന് നമുക്ക്. പല നിറത്തിലുള്ള പൂക്കളും ചെടികളും അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസുമായിട്ട് പോകുന്ന വഴി തന്നെ ഒത്തിരി മനോഹരമായിട്ടുള്ളതായിരുന്നു. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ റിസോർട്ട് ഉള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓരോ ചെറിയ കൂടാരങ്ങൾ. റിസോർട്ട് നല്ല ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വ്യൂവിനൊരു ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിരുന്നു. ഓരോ ടെൻറ്റിനും ഓരോ ബാത്റൂമാണ് കേട്ടോ. അത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ടെൻറ്റ് ചെറുതായിട്ട് തോന്നുമെങ്കിലും അകത്ത് നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം 3 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലം അതിൻ്റെ അകത്തുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും അവർ യുണീക്കായിട്ട് എന്തെങ്കിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. മറ്റൊരു റിസോർട്ടിലും ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടില്ല. എല്ലാം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലൻ ലൊക്കേഷൻസും ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള വേറൊരു സംഭവമാണ് കേട്ടോ അത്. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല കാണാനായിട്ട്. കിടിലൻ വ്യൂസ് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഓരോ സ്ഥലത്തും അവർ ചെറിയ ചെറിയ ഗെയിംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഊഞ്ഞാലാണല്ലേ. പക്ഷെ അവർ എത്ര ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഓരോ ടെൻറ്റിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ടെൻറ്റിൽ നിന്നുള്ള വ്യൂവും വ്യത്യസ്തമാണ്. അങ്ങനെ വ്യൂ ഇല്ലാത്ത ഒരു ടെൻറ്റ് പോലും അവരിവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ കിച്ചണും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും വരുന്ന ഒരു സ്പേസാണ് കേട്ടോ ഇത്. ഇവിടെ ശ്രദ്ധിച്ചാലും അറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്പേസും. കാരണം ഇവിടുത്തെ ഭിത്തികളെല്ലാം അവർ ഓരോ പെയിൻറ്റിങ്ങുകളൊക്കെ കൊണ്ട് നല്ല അടിപൊളി പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ടെൻറ്റിൻ്റെ റൂൾസും എല്ലാവരും ഒരു ബോർഡിൽ അവിടെയെല്ലാം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു കിടിലൻ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ദേ ഇത് മറ്റൊരു കിടിലൻ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ തപ്പി നടക്കേണ്ട ആവശ്യം വരില്ല. കാരണം എവിടെ നിന്ന് ഫോട്ടോ എടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമായിരിക്കും ഇവിടെ വന്നാലേ ഉണ്ടാവുകയുള്ളൂ. ഓഹ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആ പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ കാണാനായിട്ട്.
നല്ല രീതിക്ക് ഇൻഡോർ ഗെയിംസും അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടേബിൾ ടെന്നീസ്, ചെസ്സ്, ക്യാരംസ് അങ്ങനെയെല്ലാമായിട്ട്. ഇവിടുത്തെ അടുത്ത ഹൈലൈറ്റ് ആണ് കേട്ടോ ഇത്, മിസ്റ്റ് ഡാൻസ്. രാത്രിയാകുമ്പോൾ നല്ല അടിപൊളി മിസ്റ്റും പാട്ടും ഡാൻസും എല്ലാം കൂടിയായിട്ടൊരു അടിപൊളി വൈബാണ്. മിസ്റ്റ് ഡാൻസ് മാത്രമല്ല കേട്ടോ രാത്രിയുള്ള ആക്ടിവിറ്റി, ക്യാമ്പ് ഫയറും ഉണ്ട്. ക്യാമ്പ് ഫയറും അതിൻ്റെ ഒപ്പം നല്ല അടിപൊളി വൈബ് സോങ്സും. നമ്മളിപ്പോൾ കോളേജിൽ നിന്നോ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ ആരുടെ ഒപ്പാണെങ്കിലും വന്നിരുന്ന് നല്ലോണം എൻജോയ് ചെയ്തോ ഒപ്പം പാട്ടൊക്കെ പാടിയിരിക്കാൻ പറ്റിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. മോർണിംഗ് പിന്നെ ചെറിയൊരു ട്രെക്കിംഗ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ രാവിലെ നടന്നായിരിക്കും പോകുന്നത്. നമ്മൾ ആ നടന്നു പോയ വഴിയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് അത്യാവശ്യം ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയൊക്കെ ചാടി ചാടി അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോകാൻ സാധിക്കും കേട്ടോ. ചെക്കൗട്ട് ചെയ്ത ശേഷം അവരുടെ ജീപ്പിൽ തന്നെ നമ്മളെ താഴെ കൊണ്ടെത്തിക്കും കേട്ടോ. 11 മണിക്കായിരുന്നു ഇവിടുത്തെ ചെക്കൗട്ടിൻ്റെ സമയം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.